വീട് കാണുമ്പോൾ ഒരു ഹൈ ലെവലിൽ തോന്നില്ല, പക്ഷെ എന്നിരുന്നാലും ഇൻസൈഡ് വളരെയധികം നമുക്ക് ലക്ഷറിയിൽ ഫീൽ കിട്ടാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. വെൽക്കം ടു ഡെക്കോറിയാസിൽ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു പുതിയൊരു സൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വരന്തരപ്പള്ളിയില്. സാറിന്റെ പേര് ബഷീർ എന്നാണ്. നമുക്ക് ഏകദേശം ഒരു 4000 സ്ക്വയർ ഫീറ്റോളം താഴെ വരുന്ന വീടാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രത്യേകത വീട് കാണുമ്പോൾ ഒരു ഹൈ ലെവലിൽ തോന്നില്ല, പക്ഷെ എന്നിരുന്നാലും ഇൻസൈഡ് വളരെയധികം നമുക്ക് ലക്ഷറിയിൽ ഫീൽ കിട്ടാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഏകദേശം ഒരു 4000 സ്ക്വയർ ഫീറ്റ് വരുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ലിവിംഗ് ഏരിയ, പാർട്ടീഷൻസ്, TV യൂണിറ്റുകൾ, പിന്നെ അതുപോലെ ബെഡ്റൂംസ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഒരു ടെക്സ്ചർ ഫിനിഷ് ആണ്. നമ്മൾ പെയിന്റിൽ തന്നെ ഇങ്ങനെ ടെക്സ്ചർ ചെയ്തിട്ടുള്ളതാണ്. ഇത് വാട്ടർ പ്രൂഫും വരുന്നുണ്ട്, പിന്നെ നോർമൽ ഇതിലും വരുന്നുണ്ട്. നല്ല ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പൊ നമുക്ക് വാൾപേപ്പർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാളും മാറ്റം വരുത്തി ചെയ്യാവുന്ന ഒരു പാറ്റേൺ ആണിത്. നമുക്ക് ഇതിൽ ഇങ്ങനെ സ്ട്രിപ്സ് കാര്യങ്ങൾ കൊടുക്കാനായിട്ട് പറ്റും. ഈ ഒരു വാള് ഒരു ഹൈലൈറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ടെക്സ്ചർ വർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് വലിയ ബഡ്ജറ്റ് ഇല്ല, എന്നിരുന്നാലും നമുക്ക് ഒരു വോൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 100 റുപ്പീസിന് താഴെയാണ് ഇതിന്റെ നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു പാറ്റേൺസ്. ഇത് ലിവിംഗ് ഏരിയ ആണ്. ഫസ്റ്റ് വണ്ണിൽ തന്നെ നമുക്ക് ഫാമിലി ലിവിംഗ് വന്നു, പിന്നെ അടുത്തത് ലിവിംഗ് ഏരിയ ആണ്. അപ്പൊ നമുക്ക് ഇതിലും നല്ല രീതിയിൽ തന്നെ നമ്മൾ ഒരു ഫുൾ സൈസിൽ, അതായത് ഒരു 15 അടിയോളം ലെങ്ത് വരുന്ന ഒരു TV യൂണിറ്റ് ആണ്. അപ്പൊ അതിന് നമ്മുടെ അടിയിലൊരു സ്റ്റോറേജ് സ്പേസും, അതുപോലെ തന്നെ സെറ്റ് ബോക്സ് ഒക്കെ ഉള്ള ഒരു ചെറിയൊരു യൂണിറ്റും, പിന്നെ അതുപോലെ തന്നെ ലൂവർ വർക്കും, അതുപോലെ തന്നെ ഇതൊരു UV കോട്ടഡ് ആയിട്ടുള്ള ഫിനിഷാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഗ്ലോസി ആയിട്ടുള്ള UV കോട്ടഡ്, പിന്നെ അതുപോലെ തന്നെ TV 55 TV ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു 15 അടി ഫുൾ ലെങ്ത്തിലാണ് നമ്മളിവിടെ ഒരു TV യൂണിറ്റ് ഫുൾ ലെങ്ത്തിൽ സൈസ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ സെറ്റി കാര്യങ്ങൾ, അതേപോലെ സീലിംഗ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ മെയിൻ വർക്കുകൾ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടുത്തെ സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡന്റെ ഒരു പാറ്റേൺ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. വുഡൻ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സീലിംഗ്സ്. അതാണ് ഇവിടുത്തെ ഒരു സീലിംഗിൽ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ കോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഈ കോട്ടിന്റെ പ്രത്യേകത നമ്മൾ സാധാരണ മൈക്ക ഫിനിഷൊക്കെയാണ് സാധാരണ നമ്മൾ കാണാറ്. ഇതിൽ എന്ന് വെച്ചാൽ നമ്മള് മൈക്കയ്ക്ക് പകരം നമ്മൾ റെക്സിൻ തന്നെ നമ്മൾ ക്ലോത്ത് കൊടുത്ത് കുഷ്യൻ കാര്യങ്ങൾ ചെയ്തിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തേ. അപ്പൊ നമുക്ക് കാല് തട്ടേ എന്നുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വേറെ പെയിന് കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഫുള്ള് റെക്സിൻ കൊടുത്ത് ഇങ്ങനെ അത്യാവശ്യം സ്പോഞ്ച് ആക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതില്. അപ്പൊ നമുക്ക് തട്ടി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല നമുക്ക്. ഇത് 6 കോട്ടാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഹെഡ് റെസ്റ്റ് ഇതിനോട് മാച്ച് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഇതിന്റെ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ലൂവേഴ്സ് ആയിട്ട് ഇങ്ങനെ ഡിസൈൻ കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹെഡ് പാനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വെയിൻസ്കോട്ട് ചെയ്ത് ബീഡിങ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ വാൾപേപ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബെഡ്റൂമിൽ ചെല്ലേ ലെങ്ത് സൈസിലാണ് നമ്മുടെ ബാവിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്യാവശ്യം കിടക്കാനുള്ള സ്പേസും ഉണ്ട്, അത്യാവശ്യം നന്നായി ഇരിക്കാനുള്ള സ്പേസും ഉണ്ട്. ഒരു 3 ഫീറ്റിനോളം നമുക്ക് വിട്ട് വരുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ ബാവിന്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇരിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 12 അടിയോളം ലെങ്ത് വരുന്ന രീതിയിലാണ് ഈ ബാവിന്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന്റെ 2 സൈഡ് പാനലിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലൊരു പ്രൊഫൈൽ ലൈറ്റ്, ഒരു വാമിങ് കിട്ടാവുന്ന രീതിയിൽ ഒരു പ്രൊഫൈൽ ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം സ്പേസ് ഇവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് വാർഡ്രോബ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അതിന് സെപ്പറേറ്റ് നമ്മൾ അതിനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വാർഡ്രോബ് ഒക്കെ റൂമിൽ നിന്ന് നമ്മൾ ഏരിയയിലേക്ക് മാറ്റിയേക്കാണ് സൈഡിലേക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് റൂമും മാക്സിമം സ്പേസും നമുക്കിവിടെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും.
അതുപോലെ തന്നെ ഇവിടെ 3 ഡോർ വാർഡ്രോബ് ആണ് വന്നിട്ടുള്ളത്. 3 ഡോർ നമുക്ക് ഡ്രസ്സ് വെക്കാൻ, ഇതൊരു യൂസർ ക്ലോത്ത് വെക്കാനുള്ള ഒരു പ്രൊവിഷനിലാണ് നമ്മൾ ഈ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ 3 ഡോറിൽ നമുക്ക് ഡ്രസ്സുകൾ കാര്യങ്ങൾ വെക്കാം. അതുപോലെ തന്നെ ലോഫ്റ്റ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അതിനോട് ചേർന്ന് തന്നെ നമ്മൾ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും കാര്യങ്ങളും, അതുപോലെ യൂസർ ക്ലോത്ത് വെക്കാനുള്ള ഒരു അടിയിലത്തെ പോർഷനിൽ നമുക്ക് ഡ്രസ്സിംഗ് യൂണിറ്റ് വെക്കാനും യൂസർ ക്ലോത്ത് വെക്കാനുള്ള ഒരു പോർഷൻ വേറെ കൊടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ അതുപോലെ തന്നെ മേക്കപ്പ് സാധനങ്ങൾ വെക്കാനായിട്ടുള്ള ഒരു ഫുൾ ടവർ ആയിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മിറർ കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾ ലെങ്ത്തിൽ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്പേസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഈ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് സെക്കൻഡ് ബെഡ്റൂമാണ്. ഇത് സാറിന്റെ മകളുടെ റൂമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഗ്രീൻ ടോൺ തീമിലാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഈ ഒരു തീമിൽ അധികം ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഗ്രീൻ തീമിലാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതും അവിടത്തെ പോലെ തന്നെ കിങ് സൈസിലുള്ള കോട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇതിന് ചുറ്റും ഇതുപോലെ തന്നെ നമ്മൾ കുഷ്യൻ വെച്ചിട്ട് നമ്മൾ ബീഡിങ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനോട് മാച്ചിങ് ആയിട്ടുള്ള ഹെഡ് പാനൽ തന്നെയാണ് ഇതിലും നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ലൂവർ പോലെ കൊടുത്ത് കുഷ്യൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ചാരി ഇരിക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പറ്റും. അപ്പൊ ഈ ഡ്രസ്സിംഗ് യൂണിറ്റ് നമുക്ക് ഇതിൽ ഫുൾ ലെങ്ത് മിറർ, അതുപോലെ തന്നെ ചെറിയൊരു ലഡ്ജ് കാര്യങ്ങൾ, 2 ഡ്രോ കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവിടുത്തെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കാര്യം നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ്രോബ് ആണ് ഇവിടുത്തെ. അതുപോലെ തന്നെ എൽ ഷേപ്പിലാണ് നമ്മളിവിടെ വാർഡ്രോബ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കോർണർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിന്റെ ഡോറുകൾ ഓപ്പണിങ് ചെറിയ കൺഫ്യൂഷൻ ഉള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിന്റെ കോർണർ സ്പേസ് എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഫുൾ ലെങ്ത് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു സ്പേസ് വെച്ചിട്ട് തുറക്കുക ചെയ്യാം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഫുള്ളിന്ന് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഇതിൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. കറക്റ്റ് ആയിട്ട് ഇതിൽ കയറുന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് ഫുൾ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എൽ ഷേപ്പിൽ നമുക്ക് 2 ഡോർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിടക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ ഇത് 180 ഡിഗ്രി ഹിഞ്ചസും അതുപോലെ തന്നെ ഇത് 0 ഡിഗ്രി ഹിഞ്ചസ് ആണ്. അത് നമ്മൾ ഫുള്ളായിട്ട് ഓപ്പണിങ് കിട്ടും നമുക്കിവിടെ. അപ്പൊ നമുക്ക് മാക്സിമം സ്പേസ് നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് വരും. അതുപോലെ തന്നെ ഇത് അടയ്ക്കാകുമ്പോൾ ഫുള്ള് ക്ലോസ് ചെയ്യാം. ഒപ്പം തന്നെ ഇതിൻ്റെ ഇത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ ലോഫ്റ്റ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രീമിയം ഹിഞ്ചസുകൾ കാര്യങ്ങളുണ്ട്, 8 ഇഞ്ചിന്റെ ടൈപ്പ് ഹിഞ്ചസുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഫുള്ള് ചെയ്ത് സ്ലൈഡ് ചെയ്യുന്ന ടൈപ്പ് ഹിഞ്ചസുകളൊക്കെ ഇല്ല. പക്ഷെ അതൊക്കെ നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഇതൊക്കെ നമുക്ക് സാധാരണ രീതിയിൽ ചെയ്യുന്ന ആ ഒരു ബഡ്ജറ്റിലാണ് നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു എൽ ഷേപ്പ് സ്പേസ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതും അത്യാവശ്യം നല്ല ബിഗ് സൈസിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. ഏകദേശം ഒരു 14-15 സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇതും നമ്മൾ സാധാരണ ആ ബെഡ്റൂമിൽ ചെയ്തപോലെ തന്നെ ഇതും കിങ് സൈസ് കോട്ട്. അതുപോലെ തന്നെ ഇതിന് ചുറ്റും നമ്മൾ ഇതുപോലെ തന്നെ കുഷ്യൻ വെച്ച് പാനലിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് ആണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. നമ്മൾ ഇതിൽ ഇങ്ങനെ ബട്ടൺസ് വെച്ചിട്ടുള്ള ഒരു ടൈപ്പ് പാറ്റേൺ ആണ് ഇവിടെ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ തന്നെ ഇതിലും നമുക്ക് വെയിൻസ്കോട്ട് ചെയ്ത് വാൾപേപ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇത്ര സൈസ് ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ നമ്മൾ വാർഡ്രോബ് ഇതിനോട് ചേർന്ന് തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒരു 4 ഡോർ വാർഡ്രോബ്, അതിനോടൊപ്പം തന്നെ ഇൻബിൽറ്റ് നമ്മൾ ഒരു ടേബിൾ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നമുക്ക് റെഫർ ചെയ്യാനും കാര്യങ്ങളൊക്കെ എഴുതാനും കാര്യങ്ങൾക്കും അതുപോലെ ലാപ്ടോപ്പ് യൂസ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ബുക്സ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു സ്പേസ്, പിന്നെ മുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോപ്പ് പീസ് കാര്യങ്ങളൊക്കെ വെക്കാവുന്ന ഒരു സ്പേസും കൂടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു ഇൻബിൽഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനോട് ചേർന്ന് തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റ് കാര്യങ്ങൾ വരുന്നത്. ഇത് ബാത്റൂമാണ്. അതിനോട് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഫുൾ ലെങ്ത് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതില് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഫുൾ സൈസിൽ നമുക്ക് സാരി കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാണാവുന്ന ഒരു ഉദ്ദേശത്തിലാണ് നമ്മളിവിടെ ഫുൾ ലെങ്ത് ഒരു മിറർ കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഫുൾ ലെങ്ത് ഒരു സ്പേസ് തന്നെ കൊടുത്തേക്കണം. ഇപ്പൊ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സുകൾ കാര്യങ്ങൾ വെക്കാം. അതുപോലെ തന്നെ സ്പ്രേ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിലൊരു ഡ്രോ, പിന്നെ അതിനൊരു ബിഗ് സൈസ് ഒരു റൗണ്ടിലുള്ള മിറർ, പിന്നെ അതിനോട് ജസ്റ്റ് ലൂവർ പാനലിങ് കാര്യങ്ങൾ കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫുൾ ഫില്ലിങ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്.
അതുപോലെ തന്നെ നമുക്ക് ഇതൊരു നല്ല ബിഗ് സൈസിലുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ്. നമുക്ക് ഇത് ഏകദേശം ഈ ഡൈനിങ് ടേബിൾ വരുന്ന ഒരു 8x4 സൈസിലാണ് നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയ വരുന്നത്. ഇത് കോട്ട്സ് പോലത്തെ ഫുൾ ടൈലായിട്ടുള്ള ഫുൾ ബോഡി ടൈലാണ് ഇതിന്റെ മുകളിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇത് കിച്ചൺ ആയാലും നല്ല ബിഗ് സൈസ് കിച്ചൺ ആണ്. നമുക്ക് ഏകദേശം ഒരു 14 അടി വീതി, ഒരു 16 അടി നീളം വരുന്ന വീതിയിലുള്ള ഒരു ബിഗ് സൈസ് കിച്ചൺ ആണ്. അപ്പൊ നമുക്ക് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമുക്ക് ഒരു 4 ഫീറ്റോളം ലെങ്ത് വരും. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നമ്മൾ ചെറിയൊരു ഷോപ്പ് പീസ് വെക്കാവുന്ന രീതിയിൽ ക്രോക്കറി ഷെൽഫ് പോലെ ഒരു അറേഞ്ച്മെന്റ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ലെങ്ത്തിലേക്ക് ഫുൾ ലെങ്ത്തിലേക്കാണ് നമ്മളിവിടെ കൗണ്ടർ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ബോട്ടവും ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഫ്റ്റ് അടക്കം ചെയ്തിട്ടുള്ള 3 സ്റ്റെപ്പിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ 2 സൈഡും ഈ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തതാണ്. ഇത് നമ്മളൊരു ജസ്റ്റ് ഒരു ഫസ്റ്റ് കിച്ചൺ എന്നുള്ള രീതിയിലാണ്, നമ്മൾ ഷോക്ക് കിച്ചൺ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് കിച്ചൺ വേറെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഡൈനിങ് ഏരിയയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു കിച്ചൺ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇത് ഫുള്ളി മൈക്ക ഫിനിഷിലാണ് നമ്മളിവിടെ കിച്ചൺ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ലൈറ്റ് റോസ് പോലത്തെ ഒരു കളറാണ് ഈ ഒരു ഇവിടുത്തെ ഒരു സെലക്ഷൻ കളറുകളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആക്സറീസ് കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് സ്റ്റോറേജ് സ്പേസ് മാക്സിമം നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്.